അതെ നമ്മുടെ കുഞ്ഞുങ്ങൾ അതിന് ആദ്യം തന്നെ എല്ലാവർക്കും ഒരു നമസ്കാരം പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ തുമ്പോളി പള്ളിയുടെ മുറ്റത്താണ്. എൻ്റെ ഈ പുറകെ കാണുന്ന കേട്ടോ തുമ്പോളി പള്ളി. അപ്പോൾ നമുക്ക് ഈ പള്ളിയുടെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങളെല്ലാം എൻ്റെ കൂടെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരെയും കണ്ണുകളെ നമുക്ക് ആ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകാം. ഈ പള്ളിയാണ് സെന്റ് തോമസ് ചർച്ച് അല്ലെങ്കിൽ തുമ്പോളി പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ തുമ്പോളി കടപ്പുറത്തിന് അടുത്തായിട്ടാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ഒരു പ്രമുഖ പള്ളിയും കൂടിയാണ് ഇത്. ഈ പള്ളിക്ക് ചരിത്ര പ്രാധാന്യവും പാരമ്പര്യങ്ങളുടെ പ്രാധാന്യവും സാംസ്കാരിക പ്രാധാന്യവും എന്നിവ ഉൾക്കൊള്ളുന്ന പള്ളിയാണ്. 1500നും 1600നും ഇടയിൽ ഇന്ത്യയിൽ ദൈവമാതാവിൻ്റെ ആദ്യത്തെ പ്രതിമ തുമ്പോളി പള്ളിയിൽ പ്രതിഷ്ഠിക്കുകയും അന്നു മുതൽ കപ്പലോട്ടക്കാരി അമ്മ, നാവികരുടെ അമ്മ എന്നും അവർ അറിയപ്പെടുന്നു. 5 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു പ്രമുഖ മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് സെന്റ് തോമസ് ചർച്ച്. സംസ്ഥാന സർക്കാർ ഈ പള്ളിയെ സംസ്ഥാന തീർത്ഥാടന ടൂറിസത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പെരുന്നാൾ എല്ലാ വർഷവും 19 ദിവസങ്ങളിലായി നവംബർ, ഡിസംബർ മാസങ്ങളിലാണ് ആഘോഷിക്കുന്നത്. 6-ാം നൂറ്റാണ്ടിലാണ് മാർത്തോമ ക്രിസ്ത്യാനികൾ തുമ്പോളിയിൽ സ്ഥിരതാമസമാക്കിയത്. ആദ്യം ഇവിടുത്തെ പുല്ലുകൾ കൊണ്ട് ഒരു പള്ളി സ്ഥാപിച്ചു. AD 820 മുത്തപ്പൻ കുരിശിന്റെ നിർമ്മാണവും അതിനോടൊപ്പം തുമ്പോളിയിൽ ക്രിസ്തീയ ആചരണവും തീർത്ഥാടനവും സ്ഥാപിതമായി. കല്ലിലും മരത്തിലും നിർമ്മിച്ച നിലവിലെ പള്ളിയുടെ നിർമ്മാണം 1600-ൽ ആരംഭിച്ച് 1730-ൽ പൂർത്തീകരിച്ചു. 1550-നും 1660-നും ഇടയിൽ അറബിക്കടലിലൂടെ സഞ്ചരിച്ച ഒരു കപ്പൽ ശക്തമായ കാറ്റും തിരമാലയും ഉണ്ടായപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെടുകയും കപ്പലിന്റെ പ്രത്യേക അറയിൽ സൂക്ഷിച്ചിരുന്ന മറിയയുടെ പ്രതിമയ്ക്ക് മുന്നിൽ കപ്പലിന്റെ ക്യാപ്റ്റൻ പ്രാർത്ഥിക്കുകയും അതിനുശേഷം കടൽ ശാന്തമാവുകയും കപ്പൽ തുമ്പോളി കടപ്പുറത്ത് തീരത്ത് ഉറച്ചു. ദർശനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ക്യാപ്റ്റൻ ഈ പള്ളിയിൽ ആ പ്രതിമ വണങ്ങാൻ വിട്ടു. അങ്ങനെ ആദ്യമായി തുമ്പോളി പള്ളിയിൽ ദൈവമാതാവിൻ്റെ പ്രതിമ മതപരമായ ആചാരങ്ങളോടെ ആരാധിക്കപ്പെട്ടു. തുമ്പോളി അമ്മ കപ്പലോട്ടക്കാരി അമ്മ എന്നും നാവികരുടെ അമ്മയെന്നും വിളിക്കപ്പെടുന്നു. ഇങ്ങനെ വിളിക്കാനുള്ള കാരണം തുമ്പോളി അമ്മ കപ്പലിൽ അവിടെ വന്നു. അതുകൊണ്ടാണ് കപ്പലോട്ടക്കാരി അമ്മ എന്ന് വിളിക്കുന്നത്. പള്ളിയിൽ കത്തിച്ചു വച്ചിരുന്ന ഒരു വിളക്ക് മറിഞ്ഞു വീണ് 1680-ൽ പള്ളി അഗ്നിക്ക് ഇരയാവുകയും ചെയ്തു. പള്ളി തീപിടിച്ച് നശിച്ചു. എന്നിരുന്നാലും തുമ്പോളി അമ്മയുടെ പ്രതിമ തീജ്വാലകൾക്ക് വിഴുങ്ങാതെ സുരക്ഷിതമായി കിടക്കുന്നതായി ആളുകൾ കണ്ടു. ഇത് ഒരു വലിയ അത്ഭുതമായി വിശ്വാസികൾ വിശ്വസിക്കുന്നു. ഈ ആലപ്പുഴ ടൂറിനൊക്കെ വരുന്നവർ ആലപ്പുഴയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറി കേട്ടോ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ പള്ളിയൊക്കെ ഒന്ന് കാണണം. വളരെ വർഷങ്ങൾ പഴക്കമുള്ള പള്ളിയാണ്. അതിൽ വളരെ പുരാതനമായ കൊത്തുപണികളാണ് ഈ പള്ളിക്കുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ പോകുന്ന ഈ പള്ളിയുടെ അടുത്തുള്ള കടപ്പുറത്തേക്കാട്ടോ, തുമ്പോളി കടപ്പുറം. അവിടുത്തെ കാഴ്ചകളും കൂടി നമുക്ക് കണ്ടിട്ട് ഇതാട്ടോ ഈ പള്ളിയുടെ അടുത്തായിട്ടുള്ള തുമ്പോളി കടപ്പുറമാണ്. അതെ, കാലിയായിട്ട് എടുക്കുക. ഇത് അത്ര പ്രശസ്തമൊന്നുമല്ല കേട്ടോ. ഇതാണ് തുമ്പോളി കടപ്പുറം എന്ന് പറയുന്നത്.